ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ഷിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലൊവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാക്കുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലൊവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ ശ്രീ മോദി സ്ലൊവാക്യ സന്ദർശിക്കും. സ്ലൊവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16, 17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18-ന് പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിൽ എത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.
ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21-നാണ് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു. इंडियन एयरफोर्स हमेशा भारत की ढाल और भारत की तलवार बनकर रही है. हाल ही में ऑपरेशन सिंदूर में भी हमने यही भावना आप सबके अंदर देखी. यदि हम उतना बड़ा ऑपरेशन सफलतापूर्वक अंजाम दे पाए तो उसके पीछे हमारे इंडिजिनस प्लेटफॉर्म के साथ साथ हमारी एयरफोर्स के ट्रेन, करेजियस और डिसिप्लिन ऑफिसर्स का इम्पोर्टेंट कंट्रीब्यूशन था. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യയെ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യ വില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാൻഡിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. TMC MLAയും മുൻ മന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21-ന് നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സമയം 15 മിനിറ്റ് ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റാകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO, അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ, ഷിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.